കഴിഞ്ഞ 3 നാളുകളായി ആശങ്കയുടെ മുൾമുനയിലായിരുന്നു മാനന്തവാടി പഞ്ചാരക്കൊല്ലി നിവാസികൾ. നാട്ടുകാരിയായ രാധയെ ആക്രമിച്ചു കൊന്ന കടുവ ചത്തു എന്നറിഞ്ഞപ്പോൾ ആശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് ഈ നാടിപ്പോൾ. ദൗത്യത്തിന്റെ ഭാഗമായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ നൽകിയാണ് നാട്ടുകാർ അവരെ യാത്രയാക്കിയത്. വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി എന്ന ഗ്രാമത്തിൽ ഒരു കടുവ സൃഷ്ടിച്ച നടുക്കം ചെറുതല്ല. നാട്ടുകാരിയായ ഒരാൾ കടുവയ്ക്ക് ഇരയായപ്പോൾ ഞെട്ടിവിറച്ചു ഇവിടുത്തെ മനുഷ്യർ. കടുവ ചത്തു എന്നറിഞ്ഞപ്പോൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് പഞ്ചാരക്കൊല്ലിയിൽ നിറഞ്ഞു. ഒടുവിൽ ആശ്വാസ വാർത്ത പഞ്ചാരക്കൊല്ലിയിലെത്തി. 45 വയസ്സ് മാത്രം പ്രായമുള്ള രാധയെ കൊലപ്പെടുത്തിയ കടുവ വനം വകുപ്പിന്റെ തിരച്ചിലിനിടെ ചത്തിരിക്കുന്നു. സന്തോഷമായി. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാൻ പറ്റും. എനിക്കോട്ട് മദ്രസയിലൊക്കെ പോവാ. നമുക്ക് വളരെ സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവന്റെ തന്നെ ഒരു രക്ഷയല്ലേ ഇത് കിട്ടിയത്. ഇപ്പം എല്ലാവർക്കും പണിക്ക് പോകാം, പുറത്തിറങ്ങി നടക്കാം, ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാം. എല്ലാ മാധ്യമങ്ങൾക്കും പിന്നെ അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പിന്നെ ആർആർ ടീമിനും എല്ലാവർക്കും ഞങ്ങൾ ഈ പഞ്ചാരക്കൊല്ലി നാടിന്റെ അതിമനോഹരമായൊരു നന്ദികൾ രേഖപ്പെടുത്തും. ഏറ്റവും കൂടുതൽ സന്തോഷം മാധ്യമങ്ങളല്ല, പ്രത്യേകിച്ച് 24 2-3 ദിവസമായി നിങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മൾ ഏകദേശം അത്രയും ഇന്റിമേറ്റായി പരിചയപ്പെട്ടു. നമുക്ക് വളരെ സന്തോഷമേ പറയാനുള്ളൂ. കടുവയുടെ ജഡം ലഭിച്ചത് രാധയുടെ മൃതദേഹം കിടന്ന പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പിലാക്കാവ് 3 റോഡിനടുത്തായിരുന്നു ജഡം. ആ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ ഇവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയുണ്ടായി. ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഇമേജ് നമുക്ക് ലഭിച്ചു. കടുവയുടെ ഇമേജ് ലഭിച്ചു. ആ ഇമേജ് ഇപ്പം നമ്മൾ ഇവിടെ ID ചെയ്യുകയാണ്. ആ ഇമേജുമായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കടുവ അത് തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കാനായിട്ടുള്ള ഐഡന്റിഫിക്കേഷനാണ്. നമുക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഉള്ളത്. ആ സെയിം ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 24-ാം തീയതി അക്രമം ഉണ്ടാക്കിയ അതേ കടുവ തന്നെയാണ് നമുക്കിപ്പോൾ ഡെഡായിട്ട് കിട്ടിയെന്ന് ഉറപ്പായിട്ടുള്ളതാണ്. ആളെ കൊല്ലി കടുവ വനത്തിൽ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെന്നും അതിന്റെ പരിക്ക് മരണത്തിലേക്ക് നയിച്ചുവെന്നും പ്രാഥമിക നിഗമനം. ഇതിൻ്റെ പാരാമ്പുലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് രാത്രി ആയിട്ട് നടന്നില്ല. ദെൻ മോർണിംഗ് നമ്മൾ ഫർദർ നമ്മൾ പാരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെത്തായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല ഫൈറ്റ് കൊണ്ടുണ്ട്, നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറി ഉണ്ട്. ബത്തേരിയിലെ വെറ്റനറി കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം. കടുവ ചത്തതിൽ സ്ഥിരീകരണം. രാധയുടെ വസ്ത്രങ്ങളും കമ്മലും മുടിയും ശരീരത്തിൽ നിന്നും കണ്ടെത്തി. ഈ കടുവ നേരത്തെ നമ്മുടെ ക്യാമറ ട്രാപ്പുകളിലോ ഇതിനു മുമ്പോ അല്ലെങ്കിൽ ക്യാറ്റിൽ ലിഫ്റ്റിംഗ് ഇൻസിഡൻസിലോ ഒന്നും നമ്മുടെ കയ്യിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടൊരു കടുവയാണ് ഈ സ്വഭാവം കാണിച്ചത് എന്നുള്ളതാണ്. വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട്, മുടി കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു 2 ഇയർ റിങ് കിട്ടിയിട്ടുണ്ട്. ദൗത്യം അവസാനിക്കുന്നില്ല. വന്യമൃഗഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നാളെ മുതൽ 3 ദിവസം ജനകീയ തിരച്ചിലെന്ന് വനം മന്ത്രി. 3 ദിവസം 6 ഡിവിഷനുകൾ 6 മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാനന്തവാടി DFO ആസ്ഥാനത്ത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വയനാടൻ ജനതയെ. വേണ്ടതെല്ലാം പരിഹാര നടപടികളാണ്, ക്രിയാത്മകമായ ഇടപെടലുകളാണ്. അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നാട്ടുകാർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ കാടുകളിൽ ഉള്ള കടുവകളുടെ ഡേറ്റാബേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ആ പട്ടികയിലുള്ള കടുവയല്ല ഇതെന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴിത് എവിടെ നിന്ന് വന്നു? വേറെ ഏതെങ്കിലും കാട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും സംസ്ഥാന അതിർത്തിയൊക്കെ കടന്ന് കടുവ ധാരാളം സഞ്ചരിക്കുന്ന ഒരു വന്യമൃഗമാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ്. അപ്പോൾ അവിടുന്നാണോ ഈ മുറിവ് അതിനുണ്ടായത്, അതോ ഇവിടെ വന്ന് അത് ഏതെങ്കിലും ജീവിയുമായി ഏറ്റുമുട്ടി മറ്റു കടുവകളുമായി ഏറ്റുമുട്ടി ഉണ്ടായ മുറിവാണോ? അങ്ങനെയാണെങ്കിൽ ആ കടുവ ഈ കാട്ടിൽ ഊഴം കാത്തുണ്ടോ എന്നൊക്കെയുള്ള ആശങ്ക നാട്ടുകാർക്കുണ്ട്. പക്ഷെ അപ്പോഴും ഈ സംഘർഷഭരിതമായിരുന്ന പഞ്ചാരക്കൊല്ലി ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. കടുവ ചത്തതോടെ അവർ പ്രദേശവാസികൾ അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് കൂടുതലായി എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് കേൾക്കാം. നന്നായി പിടിച്ചത് കൊന്നതിന് എല്ലായിടത്തും പറയാൻ നമ്മൾ
നമുക്കിപ്പോഴും പിന്നെ സമാധാനമായിട്ടൊന്നുമില്ല. എന്താ ഇത് ഒരു കടുവയായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ. ഞങ്ങൾ പണിസ്ഥലത്ത് പല വട്ടം കടുക്കണ് കടുവ. പക്ഷെ ഇത് അതന്നെയാണോ നമുക്ക് വിശ്വാസം വരുന്നില്ല. എന്താ വെച്ചാൽ ഒരുപാട് കടുവ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തിലാണ്, വളരെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് പണിക്ക് ജോലിക്ക് പോവാം, വയലിലാണ് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, വേറെ ഇല്ലാന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനും ഇതേപോലെ പ്രോത്സാഹനം കൊണ്ട് ഞങ്ങൾ കൊടുപ്പിക്കും. സന്തോഷം തന്നെയാണ്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം പിന്നെ ഞങ്ങൾ 3-4 ദിവസമായിട്ട് ഉറക്കം തന്നെ ഇല്ലായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നു. ആ പാവം ആ കുടുംബത്തിന് പോയി. ഇനിയിപ്പോൾ എന്താ പറയുക, സമാധാനത്തിൽ നമുക്ക് നമ്മളെ പഴയ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ എങ്ങനെ എല്ലാവരും അടുത്ത് നന്ദി പറയണമെന്ന് തന്നെ അറിയില്ല. ഇവിടെ വന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസുകാർക്കും അതുപോലെ തന്നെ ചാനലുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിയാണ് ഈ ഒരു അവസരത്തിൽ. വളരെയേറെ സന്തോഷമുണ്ട്. ഈ MB പോൾ കേരള എന്നൊരു ഐഡിയയിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, ഈ സാധാരണ ഒരു കൊലക്കേസ് പ്രതിക്ക് പരോൾ കൊടുക്കുമ്പോൾ ഒരു അന്വേഷണവുമില്ലേ, എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇത് വിചാരണ തടവുകാരനാണ്, അതുകൊണ്ട് അയാൾക്ക് ജാമ്യമാണ് കിട്ടിയത്, പരോളല്ല. ഈ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്ന ഘട്ടത്തിൽ എന്താണ് ആ കോടതിയിൽ നടന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് ജാമ്യം കിട്ടി? അപ്പോൾ ഈ ആശങ്ക ഇയാളൊരു പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അത് കോടതിയിൽ വന്നോ എന്നതൊക്കെ നമ്മൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നമ്മൾ വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും, അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ അജിത്ത് പറയുകയാണ്, ഇവനെയൊക്കെ എത്രയും പെട്ടെന്ന് എൻകൗണ്ടർ ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം വൈകാരിക പ്രതികരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. നമുക്ക് നാട്ടിലെ നിയമ നീതി ന്യായ സംവിധാനങ്ങളുണ്ട്, അതിലൂടെ മാത്രമാണ് നമ്മൾ അത് നടപ്പാക്കുന്നത്. അതല്ല നമുക്കത് കയ്യിലെടുത്ത് ഒരാളെ വെടിവെച്ച് കൊന്നേക്കാം എന്ന് വിചാരിക്കാനേ കഴിയില്ല. അതല്ല നമ്മളുടെ നിയമ സംവിധാനം. അപ്പോൾ അത് പോലീസ് കണ്ടെത്തട്ടെ, അയാളെ വിചാരണ ചെയ്യട്ടെ. വിചാരണയ്ക്കൊടുവിൽ അയാൾ ചെയ്ത ക്രൂരകൃത്യത്തിന് തക്കതായ ശിക്ഷ നമ്മളുടെ നിയമ സംവിധാനങ്ങൾ തന്നെ കൊടുക്കട്ടെ. അത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രതികരിക്കാൻ കഴിയൂ. ബാക്കിയുള്ള വൈകാരിക പ്രതികരണങ്ങളാണ്, അത്തരം പ്രതികരണങ്ങൾ വരും, അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 2 വാർത്തകളും, ഈ കടുവ നരഭോജി കടുവ ചത്തത് ആ നാട്ടിലുണ്ടാക്കിയ സമാധാനം, ഒപ്പം അതിനേക്കാൾ ക്രൂരമായി സഹജീവികളോട് പെരുമാറുന്ന ഒരു കൊടും കുറ്റവാളിയെക്കുറിച്ചുള്ള വാർത്ത, അതിൻ്റെ ഞെട്ടൽ, ഈ വിഷയങ്ങളിലൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രതികരണം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.